നടൻ മോഹൻലാലിൻ്റെ മകളും അഭിനേത്രിയുമായ വിസ്മയ മോഹൻലാലിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഈ സൈബർ ആക്രമണത്തിൻ്റെ ഇതിവൃത്തമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം CJP സമരവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഭരണകൂടം പൗരന്മാരെ ഇങ്ങനെയാണോ നേരിടേണ്ടത് എന്ന നിലയിൽ വിസ്മയ മോഹൻലാൽ തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പെഴുതുന്നു. ഇതിന് പിന്നാലെയാണ് അതിരൂക്ഷമായ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിൽ വിസ്മയക്കെതിരെ ഉയരുന്നത്. പ്രധാനമായും ഭരണകൂടത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതിനുള്ള എന്ത് അർഹതയാണ് വിസ്മയക്കുള്ളത്? നടൻ മോഹൻലാൽ മകളെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അഭിനയം തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇപ്പോഴേ എന്തിനാണ് ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങളിൽ ഇടപെടുന്നത്? ആ നിലയിലുള്ള നിരവധി വിമർശന കമൻറ്റുകളും വിമർശന പോസ്റ്റുകളുമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ വിസ്മയ മോഹൻലാലിനെതിരെ ഉയർന്നു വരുന്നത്. പല ട്രോളുകളും വിസ്മയെ പലതരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടും മറ്റുമുള്ള പലതരത്തിലുള്ള ട്രോളുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. CJP സമരവുമായി ബന്ധപ്പെട്ട് വിവിധ തുറകളിലുള്ളവർ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ CJP സമരത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും സമരത്തിന് പിന്തുണ അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് നടൻ മോഹൻലാലിൻ്റെ മകൾ കൂടിയായ വിസ്മയ മോഹൻലാലും സമരത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇതിനിടയിലാണ് വ്യാപകമായ സൈബർ ആക്രമണം വിസ്മയക്കെതിരെ നടക്കുന്നത്. പ്രധാനമായും കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ BJPയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള സൈബർ ഹാൻഡിലുകളിൽ നിന്നാണ് വിസ്മയക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു വരുന്നത്. പലരും അതിരൂക്ഷമായ വിമർശനം, വ്യക്തിപരമായ അടക്കം അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് പോലുമുള്ള വ്യാപകമായ വിമർശനങ്ങൾ വിസ്മയ മോഹൻലാലിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഈ വിമർശനങ്ങളുടെ എല്ലാ ഇതിവൃത്തം എന്ന് പറയുന്നത് കേവലം ഒരു സമരത്തെ അനുകൂലിച്ചു എന്നുള്ളത് തന്നെയാണ്. വിസ്മയ മോഹൻലാൽ മാത്രമായല്ല, പാർവതി തിരുവോത്തും നടൻ ടൊവിനോ തോമസും ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ, അതോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, അത്തരത്തിൽ നിരവധി ആളുകൾ ഈ CJP സമരത്തെ അനുകൂലിച്ചുകൊണ്ടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുമുള്ള പോരാട്ടത്തിൽ പങ്കുചേരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെ നിരവധി ആളുകൾ നേരിട്ട് ഈ സമരമുഖത്ത് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് വിസ്മയ മോഹൻലാലിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കേന്ദ്രീകൃതമായ ഒരു സൈബർ ആക്രമണം നടക്കുന്നത്. എന്നാൽ ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടൻ മോഹൻലാൽ ഇതുവരെയും യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. പ്രധാനമായും സാമൂഹ്യ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിസ്മയ മോഹൻലാലിൻ്റെ ഒരു വിമർശനം അത് കൊള്ളേണ്ടയിടത്ത് കൊണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനങ്ങളെന്നാണ് പൊതുവെ ഉയരുന്ന മറ്റൊരു തലത്തിൽ ഉയരുന്ന ഒരു മറുപടി കൂടി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.